ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ HOD എന്ന് പറയുന്നവരുടെ ശിക്ഷ എന്തായിരിക്കും അതും കൂടി ഞാൻ പറയാം. ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. ഈ സസ്പെൻഡ് കാലാവധിക്ക് എന്ന് പറഞ്ഞാൽ അവന് വീട്ടിലുള്ള ജോലികൾ ചെയ്യാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചവരെ കിടന്നുറങ്ങാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എഴുന്നേറ്റ് പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാം. പകൽ നമ്മളോട് സംസാരിച്ചപ്പോൾ ഹൃദയം പൊട്ടിയാണ് അച്ഛൻ സംസാരിച്ചത്. ജാതി പറഞ്ഞും സാമ്പത്തികം പറഞ്ഞും ഇതിനെ അധിക്ഷേപിച്ചെന്നാണ് അച്ഛൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഒരു വിദ്യാർത്ഥി പിന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. പിന്നെന്ന് പറഞ്ഞാൽ അയാളുടെ കളർ പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. പിന്നെന്ന് പറഞ്ഞാൽ പഠിക്കാൻ മിടുക്കനായിട്ടുള്ളൊരു പയ്യനാണ്. അതുമാത്രമല്ല അയാൾ റാങ്കൊക്കെ വാങ്ങിച്ചാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത്രയും മിടുക്കനായിട്ടുള്ളൊരു പയ്യനെ HOD എന്ന് പറയുന്ന ഒരു മാന്യം വന്നിട്ട് വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുകയും അവൻ്റെ ഈ ടോർച്ചറിങ്ങും അധിക്ഷേപങ്ങളും സഹിക്കാൻ കഴിയാതെ ആ വിദ്യാർത്ഥി ഇന്നലെ ജീവൻ ഒടുക്കുകയും ചെയ്തു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ HOD എന്ന് പറയുന്നവരുടെ ശിക്ഷ എന്തായിരിക്കും അതും കൂടി ഞാൻ പറയാം. ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. ഈ സസ്പെൻഡ് കാലാവധിക്ക് എന്ന് പറഞ്ഞാൽ അവന് വീട്ടിലുള്ള ജോലികൾ ചെയ്യാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചവരെ കിടന്നുറങ്ങാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എഴുന്നേറ്റ് പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാം. 3 മാസം കഴിഞ്ഞതിന് ശേഷം അവനെ തിരിച്ച് വീണ്ടും എടുക്കും. അല്ലെങ്കിൽ ഒരു 6 മാസമാണെങ്കിലും അവന് വളരെയധികം സുഖമായി. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അവൻ്റെ ആരോ കല്യാണമുണ്ട്, മക്കളുടെയോ മകൻ്റെയോ കല്യാണം ആരതോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ലീവും കാര്യങ്ങളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഈ ചെക്കനെ ടോർച്ചർ ചെയ്ത് ഈ ചെക്കനെ അങ്ങ് കൊലപ്പെടുത്തി. ഇനി ഇവൻ തന്നെയാണോ തള്ളിയിട്ടതെന്ന് പറയാൻ പറ്റില്ല കേട്ടാ. അതായത് ചെറുക്കൻ മുകളിൽ കയറി വരാം, ഇവൻ തന്നെ തള്ളിയിട്ടിട്ട് ഇവൻ തന്നെ കുറ്റി ഏറ്റെടുത്തിട്ട് ഒരു 3 മാസമോ 6 മാസമോ ഇങ്ങനെ സസ്പെൻഷൻ മേടിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ കല്യാണം ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യുക. എന്നാൽ അതിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി മടുത്തിട്ടുണ്ടാകും. അങ്ങനെ ജോലി മടുക്കുമ്പോഴും ഇവനൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ നിലക്ക് നിർത്തണം. പക്ഷേ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമ്മളിനി എന്തൊക്കെ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും ഇവനെ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ യൂണിയനും ആൾക്കാരും പിടിപാടും ഉണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇതിനു മുമ്പേ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. നമ്മളോടൊക്കെ വോട്ട് വാങ്ങിച്ച് ജയിക്കുന്നവരൊക്കെ വലിയ വായിൽ വിടുവായിത്തരം പറയും എന്നല്ലാതെ ഇവർക്കെതിരെയൊന്നും ഒരു ചെറുവിരൽ ഇവിടെ നനക്കത്തില്ല. ഇപ്പം ഈ പാവ അച്ഛൻ വിചാരിക്കുന്നത് എന്താ പറയുക, നാളെ തന്നെ ഇങ്ങേർക്ക് നീതി കിട്ടുന്ന ഒരു മണ്ണാങ്കട്ടിയും കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അയാളെ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു 4-5 മാസം തന്നെ ആയിക്കോട്ടെ സസ്പെൻഡ് ചെയ്യും. അത് അയാൾക്കൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഏത് ജോലിയായി കഴിഞ്ഞാലും ഇവിടെ ഇപ്പോഴും കൈക്കൂലി വാങ്ങിക്കുന്നവന്മാരുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു പറിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി പോയി കഴിഞ്ഞാൽ 3 മാസം സസ്പെൻഷനാണ്. അല്ലാതെ വേറെ ഒരു മണ്ണാങ്കട്ടിയും ഇതില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുത്തനെങ്കിലും ഡിസ്മസ് ചെയ്ത് ജയിലിലിട്ടിരുന്നുവെങ്കിൽ ഇതൊന്നും ഇവിടെ തുടർക്കഥയാവില്ല. അതായത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവനെ പിടിച്ച് ജയിലിലിടണം, അവൻ്റെ ജോലി കളയണം. ഇങ്ങനെയുള്ളവന്മാർ ജോലി ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഈർക്കിളി പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയുടെ ഇല്ലെങ്കിൽ ഒരു ഈർക്കിളി നേതാവിൻ്റെതായ ഒത്താശയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു നിയമ നടപടി എടുത്തു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ അവൻ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഈ കുറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുന്ന ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കൊക്കെയോ പിടിപാടുള്ളവരായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛനിപ്പോൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ വിചാരിക്കുന്നത് നാളെ തന്നെ അയാൾക്ക് ഭയങ്കര ശിക്ഷ കിട്ടും. ഒരു തേങ്ങാപ്പുണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല. അത് എനിക്ക് പറയാനുള്ളൂ. 2 ദിവസം ഇതൊക്കെ ഇങ്ങനെ ചർച്ചയിൽ ഉണ്ടാകും. 3-ാമത്തെ ദിവസം നമ്മളിത് മാറിയിട്ട് വേറെ ഏതെങ്കിലും വാർത്തേൻ്റെ കൂടെ പോകും. അത്രയേ ഉള്ളൂ. അതാണ് ഇന്നലെ ഇപ്പോഴും ശ്രീനന്ദയാണെങ്കിൽ ഇന്ന് നമുക്ക് വന്നതാരാ, നിതിൻ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഇനിയിപ്പോൾ നാളെ വേറൊരു വാർത്ത വരും, അതിൻ്റെ പുറകെ പോകും. ഏതായാലും അച്ഛൻ പറയുന്ന കുറച്ച് വാക്കുണ്ട്, അതൊന്ന് കേട്ടിട്ട് വരാം. ചെയ്യാൻ പറ്റൂല, അങ്ങനെയുള്ളവനല്ല. മയക്കുമരുന്ന മദ്യോ വേറെ ഒന്നുമില്ലാത്ത ഒരു നല്ല ശാന്ത സ്വഭാവമുള്ള ഒരു കൊച്ചു പയ്യനായിരുന്നു. അവര് മൃഗീയമായിട്ട് കൊന്നു. പിന്നെ അവിടെ HOD ആയിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. യവനെ മൊത്തത്തില് പട്ടി പുഴുത്ത നാറി ഇങ്ങനെ പറഞ്ഞ് അധിക്ഷേപിക്കും. രണ്ടാമത് കറുപ്പാണ് എൻ്റെ പോയി, കറുത്ത നിറം, കറുപ്പ് കളറ് പറഞ്ഞ് അധിക്ഷേപിക്കും. 3ാമത് ഞാൻ കൂലിപ്പണിക്കാരനാണ്, അത് പറഞ്ഞ് അധിക്ഷേപിക്കും. 4ാമത് അവൻ SC-കാരനാണ്, അത് പറഞ്ഞു ആക്ഷേപിക്കും. അങ്ങനെ മൊത്തത്തില് വിദ്യാർത്ഥിനികളെ മുമ്പേ അവനെ മൊത്തം ആക്ഷേപിക്കും. ഇങ്ങേര് മൂത്ത 2 പെൺമക്കളാണ്, അവരോടാണ് എല്ലാ കാര്യങ്ങളും. ഞങ്ങളോട് പറയൂല, ഞങ്ങളെ ദുഃഖപ്പെടലും ഭാരപ്പെടലെന്നും പറയും നമ്മളോട് പറയൂല. ഒന്നും അറിയിക്കുകയില്ല, ഇന്നെ അറിയിക്കുകയില്ല, ഇന്നെ അറിയിക്കൂല.
അവ എല്ലാം ഉള്ളിൽ ഒതുക്കി. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം പറഞ്ഞിട്ട് അധിക്ഷേപിക്കും, അതുപോലെ തന്നെ നിനക്ക് സീറ്റ് വെറുതെ കിട്ടിയതല്ലടാ, നിനക്ക് സംവരണം കിട്ടിയതല്ലേടാ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കും. ഇതൊക്കെ പണ്ടേയുള്ള കാര്യം തന്നെയാണ്, ഇപ്പോഴൊന്നുമല്ല. ചില അധ്യാപകർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാലോ, സംവരണ സീറ്റുകാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് താണ ജാതിക്കാരെ കാണുമ്പോൾ ചില അധ്യാപകർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ചൊറിച്ചലുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ള കാര്യം പറയാം, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുന്നത് ഗാന്ധിൻ്റെ മാർഗം, ഇതെല്ലാം നമ്മുടെ എല്ലാ പാർട്ടിക്കാരും BJP ആയാലും CPM ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ആയി കഴിഞ്ഞാലും എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ജാതീയമായിട്ടാണെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ചില കൂട്ടങ്ങളുണ്ട്, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അധ്യായം എല്ലാവരും ഉണ്ട്. ചില ടീമിനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഈ പയ്യനെ കാണുമ്പോൾ ഈ HOD എന്ന് പറയുന്നവന് ചെറിയൊരു ചൊറിച്ചൽ, ആ ചൊറിച്ചലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ്റെ ജീവിതം തന്നെയാണ് കൊടുക്കേണ്ടി വന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയാണ് അവിടെ നശിപ്പിച്ചത്. ഇനിയിപ്പോൾ ഇവൻ ശിക്ഷിക്കപ്പെടണം ഇങ്ങനെ കമൻറ്റ് മുഴുവൻ കാണുന്നുണ്ട്. ഒരു മണ്ണാങ്കട്ടിയും നടക്കൂല എന്ന് പറഞ്ഞില്ലടി. ഇവിടെ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞാൽ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കും. അത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇവൻ എവിടെയെങ്കിലും സസ്പെൻഡ് ചെയ്യും, ഒരു പേരിന് കണ്ണിൽ ഒന്ന് പച്ചവെള്ളം ഇറ്റിക്കാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു മണ്ണാങ്കട്ടിയും ഇതാവില്ല. നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ ഇവനാ ഈ ഒരു പയ്യൻ ഇത് ചെയ്തപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് ഉള്ളിലിട്ടിരുന്നുവെങ്കിൽ വല്ല വിദേശത്തെ രാജ്യത്തൊക്കെ ആണെങ്കിൽ ഇന്നലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ഉള്ളിലായി കിടന്നേനെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നായി കഴിഞ്ഞാലും നടക്കൂലടോ. അതായത് ഇനി ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇവനെതിരെ ഒരു വലിയൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ ഇവൻ അതിലും വലിയ പുള്ളിയായിരിക്കും. അതായത് ഇവൻ അതിലും വലിയ ആൾക്കാരുണ്ടാകും ഇവന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവനെ പോലെയുള്ള ആൾക്കാരുടെ ധാർഷ്ട്യം അതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയുള്ളൂ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ബാക്കി കുറച്ചുകൂടി അവർ സംസാരിക്കുന്നത് അതുകൂടി എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇന്നലെയാണ് തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ മരണം. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് കോളേജ് മാനേജ്മെന്റിന്റെ പ്രതികരണം. വിവരങ്ങളുമായി ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ജിബിൻ, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ കാരണമുണ്ടായാലും ഇങ്ങനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക അത് നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ് വീട്ടുകാരിപ്പോൾ ആരോപിക്കുന്നത്. അപ്പോൾ 21.5 വയസ്സുള്ള ഈ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്താണ്? കോളേജിന്റെ പ്രതികരണം എന്താണ്? സ്മിതാൻ, ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള തിരുവനന്തപുരം നെടുമങ്ങാട് കൊറ്റാമല സ്വദേശി നിതിൻ രാജ് 3ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കുടുംബവുമായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിതിൻ എൻട്രൻസ് എഴുതി അതിൽ മികച്ച റാങ്ക് നേടിയാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിൽ BDSന് ചേർന്നത്, പ്രവേശിച്ചത്. പക്ഷേ ഈ കോളേജിൽ ചേർന്ന നാൾ മുതൽ തന്നെ കോളേജിലെ ചില സഹപാഠികളുടെ ഭാഗത്തു നിന്നും അതുപോലെ വകുപ്പ് മേധാവിയുടെ HODയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള മാനസിക പീഡനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നതെന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെ കോളേജിൽ പ്രവേശിച്ച ഉടൻ തന്നെ കുട്ടി ഇനി ആ കോളേജിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 1.5 മാസത്തോളം ഈ നെടുമങ്ങാടുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അവിടെ വന്നു നിന്നു. തുടർന്ന് ബന്ധുക്കളൊക്കെ നിർബന്ധിച്ചതിന് ശേഷമാണ് തിരികെ പഠിക്കുന്നതിന് വേണ്ടി കോളേജിൽ പോയത്. കാരണം ഈ കുടുംബത്തിന്റെ ഏക ഒരു പ്രതീക്ഷ എന്ന് പറയുന്നതും നിതിൻ മാത്രമല്ല. കാരണം അച്ഛനും അമ്മയും മാത്രമല്ല, സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് നിതിൻ എൻട്രൻസ്. അതായത് ഒരച്ഛനും അമ്മയും ഇങ്ങനെ കോളേജിനെതിരെ ആരോപണമായിട്ട് വരണമെങ്കിൽ എന്ന് പറഞ്ഞത് വെറുതെ ഒന്നും വരത്തില്ലല്ലോ, ഒരിക്കലും വെറുതെ വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാം രക്ഷിതാക്കളടക്കം ഇതിൽ ഇടപെടണം. അതായത് ചില വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പോലും തെറ്റുകളുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഒന്നും നടക്കത്തില്ലട്ടെ, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവരൊക്കെ ശിക്ഷിക്കപ്പെടണം, ഇവർ ശിക്ഷിക്കപ്പെടൂല. കാരണം ഇവരെയൊന്നും ശിക്ഷിക്കാൻ ഇവിടെ ആവില്ല. ഇവരെയൊന്നും ശിക്ഷിക്കാൻ ഇവരെയൊന്നും നേരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും ഇവിടെയുള്ള ഒരാൾ പോലും തയ്യാറാവില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അവനവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഈ നിതിൻ രാജു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു, ആടെ ഒരു സീറ്റ് കാലിയായി, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും വേറൊരു ഇതുമില്ല. ഇപ്പോൾ കോളേജ് മാനേജ്മെൻറ്റ് പറയുന്നതായിട്ട് അന്വേഷണത്തിന് പൂർണ്ണമായി സഹകരിക്കും. എന്ത് തേങ്ങാക്കൊലക്കാന്ന് അന്വേഷിക്കുന്നത്? അതാണ് എനിക്കറിയാനുള്ളത്. എന്ത് തേങ്ങാക്കൊലക്കടോ? ഒരു വിദ്യാർത്ഥിൻ്റെ ജീവനും പോയി, അത് മരിക്കുകയും ചെയ്തു, അതിൻ്റെ അച്ഛനും അമ്മക്കും പോയി. ഇനിയിപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് മണ്ണാങ്കട്ട കൊണ്ടുപോയിട്ട് എന്ത് കാര്യമോ? കുറേ നാൾ കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് വരുമ്പോഴും അന്വേഷിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുമെന്നല്ലാതെ ഇവരൊക്കെ എന്ത് തേങ്ങാക്കോല ഇവിടെ കൊണ്ടുവരിക? ഒന്നും കൊണ്ടുവരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അന്വേഷണവും അതുപോലെ ഇവനെ സസ്പെൻഡ് ചെയ്യതും അതൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രഹസനം മാത്രമാണ്. ഇവിടെ ഒരു മണ്ണാങ്കട്ടിയും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിനി അന്വേഷിക്കുന്നുണ്ട്, കോളേജ് അന്വേഷിക്കുന്നുണ്ട്, വളരെ സന്തോഷം. ഒരു തേങ്ങാക്കൊലിയില്ല. ഇവന്മാർ എന്തന്വേഷിക്കുമെന്നാണ് പറയുന്നത്? ഇവന്മാർ എന്ത് സഹകരണം? ആ ചെറുക്കൻ്റെ ഭാഗത്തുകൂടെ ആ ചെറുക്കൻ്റെ ഭാഗത്ത് അങ്ങനെ കൂടുമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ചെറുക്കൻ വെറുതെ പോയിട്ട് വീട്ടിൽ പോയിട്ട് പറയുമോ?
വെറുതെ പോയിട്ട് ആ ചെറുക്കൻ വീട്ടിൽ പോയിട്ട് പറയില്ലല്ലോ. അവന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികപരമായിട്ട് ഒരുപാട് ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ ആ പരിസരത്ത്, അതായത് അവിടെ നിന്ന് നേരെ മുകളിൽ കയറിയിട്ട് ചാടിയത്. ഇനി ഇതിനെതിരെ അന്വേഷണം നടത്തി ഇനി ഒരു തേങ്ങാക്കൊലിയും നടക്കാൻ പോകുന്നില്ല, അതാ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ നല്ല പിടിപാടുള്ള ടീമായിരിക്കും. ഇനി ഈ പിള്ളന്മാരെ തന്നെ പിടിച്ചു എന്ന് വെച്ചോ, അവന്മാരും വലിയ വലിയ ടീമുകളായിരിക്കും. അല്ല നിങ്ങൾ വിചാരിക്കുന്നല്ലോ ഇതൊന്നും അല്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം രാഷ്ട്രീയ സ്വാധീനത്തിനും പണത്തിനും വേണ്ടിയിട്ട് മാത്രമുള്ള പരിപാടിയാണ്. എന്ത് കാര്യമായി കഴിഞ്ഞാലും അങ്ങനെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. ഇവിടെ ആർക്കും ഇനിയിപ്പോഴും നാളെ വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണെന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാകും, അവർക്ക് പിന്നെന്താ പറയുക ഇതൊക്കെ ഉണ്ടാകും. അല്ലാതെ അയാൾക്കും നീതി കിട്ടത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുത്തന് നീതി കിട്ടത്തില്ല. നീതി എന്ന് പറഞ്ഞാൽ എന്താ, ചത്തുപോയി. ഇനിയിപ്പോൾ ചത്തുപോയതിന് എന്ത് നീതി? അതാണ് എനിക്ക് ആലോചിക്കേണ്ടത്. ആ അച്ഛനും അമ്മക്കും പോയി. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കേസായിട്ട് വരും, അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ ബൈ.